ഹലോ നമസ്കാരം. മൈൻഡ് സൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPDയെ കുറിച്ചാണ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ക്ലസ്റ്റർ ബിയിൽ വരുന്ന ഒന്നാണ് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, EUPD അഥവാ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് പോലെ തന്നെ ഇവർ ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. അതായത് ഇവർക്ക് ഇവരുടെ ഒരു ഇമോഷൻസിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിലൊരു സ്ഥിരത ഇല്ലാത്തൊരു കണ്ടീഷൻ ആയിരിക്കും. 1930 അഡോൾസ്റ്റൺ ആണ് ആദ്യമായിട്ട് BPDയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇതിന് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കുക? ന്യൂറോട്ടിക്കിൻ്റെയും സൈക്കോട്ടിക്കിൻ്റെയും ഇടയിലുള്ള ഒരു അവസ്ഥ എന്നുള്ള രീതിയിലാണ് ഇവരിതിനെ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിച്ചിട്ടുള്ളത്. ന്യൂറോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിയറും അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. സൈക്കോട്ടിക് എന്ന് പറയുമ്പോൾ ഒരു റിയാലിറ്റിയിൽ നിന്ന് ഒരു ഡിസ്കണക്ഷൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഹാലോസിനേഷൻസും ഡെലൂഷൻസ് ഒക്കെ ഉള്ള ഒരു കണ്ടീഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും സിംറ്റംസ് കൂടിയതാണ് BPD. അല്ലെങ്കിൽ ന്യൂറോട്ടിക്കിനേക്കാൾ കുറച്ചുകൂടെ എക്സ്ട്രീം, എന്നാൽ സൈക്കോട്ടിക് ആയിട്ടില്ല, അത്തരത്തിലൊരു കണ്ടീഷൻ. BPD ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനിതകമായിട്ട് പലരിലും ഇതുണ്ടാവുന്നുണ്ട്. അതായത് ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ പാരൻസ്, സഹോദരങ്ങൾ എന്നിവരിൽ നിന്നൊക്കെ നമുക്കിത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ ബ്രെയിൻ ഫങ്ഷനിൽ വരുന്ന ഒരു മാറ്റം കൊണ്ടൊക്കെ BPD ഉണ്ടാവാറുണ്ട്. സോഷ്യൽ ഫാക്ടേഴ്സും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഇതിന് മറ്റൊരു കാരണമാണ്. അതായത് പലരിലും പാസ്റ്റ് ട്രോമാസ്, അതുപോലെ ചൈൽഡ്ഹുഡ് അബ്യൂസ്, ചെറുപ്പകാലത്ത് പീഡനങ്ങളൊക്കെ നേരിട്ട കുട്ടികളിലൊക്കെ BPD ഉണ്ടാവാറുണ്ട്. ഒരു BPD ഉള്ള വ്യക്തിയിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി. ഇത് ഒരു ഹോൾമാർക്ക് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇവർ ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. ഒരു മണിക്കൂറിൽ തന്നെ ഒരുപാട് തവണ ഇവരുടെ മൂഡ് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് നല്ല ദേഷ്യത്തിലിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് കൂളാവുന്നു, അതുപോലെ ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് ഹാപ്പി ആവുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും പലപ്പോഴും ഇവരിൽ ഉണ്ടായിരിക്കുക. അതുപോലെ എന്ത് ഇമോഷൻ ആയിക്കോട്ടെ അത് അതിൻ്റെ എക്സ്ട്രീം ലെവലിലായിരിക്കും ഇവർ കാണിക്കുന്നത്. ദേഷ്യമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ഭയങ്കര എക്സ്ട്രീം ആയിട്ടായിരിക്കും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഇൻസ്റ്റെബിലിറ്റി, അഥവാ ഇവർ റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. ഒരു സ്ഥിരത ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് റിലേഷൻഷിപ്പിലുള്ള ആളുകളെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇനി ലവേഴ്സ് ആയിക്കോട്ടെ, ഇവർ പെട്ടെന്ന് ആളുകളെ മാറ്റാനൊക്കെ ഇടുന്നുണ്ട്. അതായത് ഇവർ പെട്ടെന്ന് ഒരാളുമായിട്ട് കണക്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാക്കുന്നു, എന്നാൽ അത് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവർ ആളുകളിൽ നിന്ന് പിരിയുന്നു, അകലുന്നു. സോ ഇവർ ആളുകളെ നോക്കി കാണുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലായിരിക്കും. അതായത് ഒന്നുകിൽ വളരെ മോശം വ്യക്തി, അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തി. സോ ഇവരുടെ മനസ്സിൽ ഇന്ന് വളരെ ഉയരത്തിലിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നാളെ ഏറ്റവും താഴെ, ഏറ്റവും മോശം വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെയാണ് മാരേജിൻ്റെ കേസിലും. ഇവർ ഒരുപാട് ഇവരുടെ പാർട്ട്ണറിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഒരു പെർഫെക്ഷൻ, ഇവർ ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത് വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് അത്ര ഈസി ആയിരിക്കില്ല. സോ ഇവരിൽ നിന്ന് പെട്ടെന്ന് അകലാനോ, അല്ലെങ്കിൽ ഇവരൊരു മാരേജിലൊക്കെ വളരെ നിരാശരായിരിക്കും. സോ ഇവർ ഒരു ഡിവോഴ്സിലോട്ടൊക്കെ പെട്ടെന്ന് കടക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ ഇവർ ലോകത്തെ നോക്കിക്കാണുന്നത് വളരെ മോശമായിട്ടായിരിക്കും. വ്യക്തികൾ എല്ലാവരും ഇവർക്ക് വളരെ എതിരാണ്, അത്തരത്തിലൊരു ചിന്താഗതിയായിരിക്കും ഇവരിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇവരിൽ കൂടുതലാണ്. ആളുകൾ ഈ ഒരു കാരണം കൊണ്ട് ഇവരെ വളരെ മോശം വ്യക്തികളായിട്ടൊക്കെ കാണാറുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അത് അവരുടെ കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അതുപോലെ മറ്റൊരു കാരണമാണ് ഐഡന്റിറ്റിയിൽ വരുന്ന ഒരു ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ ഐഡന്റിറ്റി ഇൻസ്റ്റെബിലിറ്റി. അതായത് ഇവരെന്താണ്, ഞാൻ ആരാണ്, എന്താണ് എൻ്റെ ഡ്രീംസ് എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇവരൊരു സ്റ്റേബിൾ ആയിരിക്കില്ല. അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നത്തെ ഇവരൊരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഡ്രീംസോ ഒന്നും ആയിരിക്കില്ല നാളത്തെ, അതിലിങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇവർ ഐഡന്റിറ്റിയുടെ കാര്യത്തിൽ ഇവരെപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പിന്നെ ഇവരിൽ കണ്ടുവരുന്ന മറ്റൊരു സിംറ്റമാണ് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, അഥവാ ഒരു എടുത്തുചാട്ടം എന്നൊക്കെ നമുക്ക് പറയാം. ഇവർ ഭയങ്കര എടുത്തുചാട്ടക്കാരായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ അതുകൊണ്ട് പോയി ചാടാറുണ്ട്, അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പിലൊക്കെ അൺഹെൽത്തി അല്ലാത്തൊരു റിലേഷൻഷിപ്പിലോട്ടൊക്കെ പെട്ടെന്ന് ജമ്പ് ചെയ്യാറുണ്ട്. ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ കാരണം ഇവരെ ആളുകൾ വളരെ ഒരു മോശം വ്യക്തിയായിട്ടൊക്കെ ചിത്രീകരിക്കാറുണ്ട്. അതായത് ഇവർ ഒരുപാട് മോശം ഹാബിറ്റിലേക്കൊക്കെ ചെന്ന് പെടാറുണ്ട്. സേഫ് അല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പ്, അതുപോലെ ഒരു
ആൽക്കഹോൾ അഡിക്ഷൻ, അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ്, അത്തരത്തിലുള്ള ഒരുപാട് മണ്ടത്തരങ്ങളിലൊക്കെ ഇവർ ചെന്ന് ചാടാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവരിൽ കണ്ടുവരുന്ന മറ്റൊന്നാണ് സെൽഫ് ഹാമിങ്. ഇവർ സ്വയം ഒരുപാട് വേദനിപ്പിക്കാറുണ്ട്. ഇവരുടെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ വേദനിപ്പിച്ച പാടുകളും മുറിവുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇവർക്ക് ഇവരുടെ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ആങ്കർ ഒന്നും ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് പെയിൻ ത്രെഷോൾഡൊക്കെ വളരെ കുറവായിരിക്കും. അത്തരം സിറ്റുവേഷനിൽ ഇവർ സ്വയം വേദനിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും താൽക്കാലിക ആശ്വാസം നേടുന്നത്. അതുപോലെ ഒന്നാണ് സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ. എപ്പോഴും ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഇവരിൽ കൂടുതലായിരിക്കും. അതുപോലെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഇവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും ഫൈറ്റോ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാനിപ്പോൾ സൂയിസൈഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പാർട്ട്ണറെയൊക്കെ ഭീഷണിപ്പെടുത്താനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് ക്രോണിക് ഫീലിങ്സ് ഓഫ് എംപ്റ്റിനെസ്. എപ്പോഴും ഒരു ശൂന്യത ബോധം ഇവരിൽ കൂടുതലായിരിക്കും. അത് ഇവരെ വല്ലാത്ത ഒരു ട്രോമയിലേക്കൊക്കെ കൊണ്ട് എത്തിക്കാറുണ്ട്. അതുപോലെ ഒന്നാണ് ഇവരുടെ ആങ്കർ അല്ലെങ്കിൽ ഇവരുടെ ദേഷ്യം. ഇവർക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇവർ ട്രിഗേർഡ് ആവുന്ന സിറ്റുവേഷനിൽ ഇവരെ ഒരുപാട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്കൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും ഇവർ ദേഷ്യപ്പെടാറുള്ളത്. അതായത് ഇവരെ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ പ്ലാൻസ് ഒക്കെ അവസാന നിമിഷത്തിൽ നടക്കാണ്ടി വരുമ്പോൾ, അതുപോലെ ഇവരെ നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോൾ, ഒരു നോ പറയുമ്പോൾ, ഇവരോട് കള്ളം പറയുന്ന സിറ്റുവേഷനിൽ, അതുപോലെ ഇവരൊരു ആക്ട് അല്ലെങ്കിൽ ഇവരൊരു ചോയ്സിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഇത്തരം സിറ്റുവേഷനിലൊക്കെ ഇവർ നന്നായിട്ട് ട്രിഗേർഡ് ആവാറുണ്ട്. അനാവശ്യമായിട്ട് അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഇവരിൽ കണ്ടുവരുന്ന മറ്റൊന്നാണ് ഫിയർ ഓഫ് അബാൻഡൻമെന്റ്. അതായത് ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു പേടി. ആ ഒരു പേടി കാരണം ഇവർ മാരേജ് റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഈ വ്യക്തി എന്നെ ഉപേക്ഷിക്കുമോ, അത്തരം ഒരു പേടി കാരണം ചെറിയ ഒരു റിജക്ഷൻ പോലും ഇവർ ഭയങ്കര സെൻസിറ്റീവായി എടുക്കുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. സോ ഇവർ നമ്മളെ ഉപേക്ഷിക്കുന്നതിന് മുന്നേ നമുക്ക് ഇയാളിൽ നിന്ന് അകലാം അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിലോട്ടൊക്കെ ഇവർ പോകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം. അതിനി മാരേജ് റിലേഷൻഷിപ്പിലും മാത്രമല്ല, അതുപോലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലും ഇവർ അത്തരത്തിൽ ചെയ്യാറുണ്ട്. മാരേജിന് മുൻപുള്ള പ്രണയബന്ധങ്ങളിലൊക്കെ ഇവർ പെട്ടെന്ന് അതിൽ നിന്ന് പോരാനുള്ള ഒരു കാരണം എന്നുള്ളത് ഇതാണ്. ഇത്തരം സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്പേർട്ടിന്റെ സഹായം തേടുക. ഒരു വീഡിയോ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ ഒന്നും നിങ്ങൾ സെൽഫ് ഡയഗ്നോസ് ഒരിക്കലും ചെയ്യരുത്. ഈ പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് തമ്മിലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു എക്സ്പേർട്ടിന്റെ സഹായം തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യമാണ്. BPD എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണെങ്കിലും എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് അതിന് ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ എന്നിരുന്നാലും ആ വ്യക്തി നമ്മൾ ഇത്തരത്തിലൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് വേണ്ടത്. അതുപോലെ എൻ്റെ ഈ ഇമോഷൻസ് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു റെസ്പോൺസ് ഒക്കെ ഞാൻ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഇതുകൊണ്ട് എനിക്കും മറ്റുള്ളവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ആ വ്യക്തി തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് അയാൾ തന്നെ ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് BPD ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് ഒരുപാട് തെറാപ്പീസ് ഒക്കെ അവൈലബിൾ ആണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതായത് നമ്മളിലുള്ള ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ ഇല്ലാതാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി അഥവാ DBT. ഇത് നമ്മളിലുള്ള ആ ഒരു ഇമോഷൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനും നമ്മളിലൊരു സെൽഫ് കൺട്രോളിങ് ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ പേഷ്യൻറ്റിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ നമ്മുടെ റിലേറ്റീവ് നമ്മുടെ പാർട്ട്ണർ ആരാണെങ്കിലും ഇത്തരത്തിലൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അവരുടെ ആ അവസ്ഥയെ മനസ്സിലാക്കുക. നമുക്ക് അവരുടെ പല ആറ്റിറ്റ്യൂഡ്സും ഒരുപാട് ബുദ്ധിമുട്ട് നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ പല ആറ്റിറ്റ്യൂഡ്സ് കാണുമ്പോൾ നമ്മളെ അവർ മാനിപ്പുലേറ്റ് ചെയ്യാണോ അല്ലെങ്കിൽ അതൊരു ഡ്രാമയാണ് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷെ തീർച്ചയായിട്ടും അത് അവരുടെ കണ്ടീഷനാണ്, അവർ മനഃപൂർവ്വമല്ല. നമ്മളെക്കാൾ കൂടുതൽ അവർ ആ സിറ്റുവേഷനിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ ഒരു മെൻ്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. അവർ ഒരുപാട് സ്ട്രെസ്സിലൂടെയും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് വീട്ടുകാരൊക്കെ ഇവരുടെ ഭയങ്കര ശത്രുക്കളാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇവർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അവരോടൊരു സഹാനുഭൂതിയോടെ നോക്കി കാണുക.
ഈവൻ സൈക്കോളജിസ്റ്റുമായിട്ട് വരെ ഇവർ പെട്ടെന്ന് ശത്രുക്കളാവാറുണ്ട്. ഇവരൊരു ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ഇവർക്ക് ഒരുപാട് സൈക്കോളജിസ്റ്റുകളെ മാറ്റേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. അതായത് ഇവരെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംസാരമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഏറ്റവും നല്ലൊരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന അതേ സൈക്കോളജിസ്റ്റിനെ തന്നെ ഇവർ ഏറ്റവും മോശം വ്യക്തിയായിട്ട് ഇവർ ചിത്രീകരിക്കാറുണ്ട്. അത് അവരുടെ ഒരു കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് ചെയ്യുക, അവരുടെ അവസ്ഥയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇവരിൽ നിന്നുള്ള ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കാരണം നമ്മളും ഒരുപാട് ട്രോമാസ് ഒക്കെ നമുക്കും ഉണ്ടാവാറുണ്ട്. അതായത് ഇവരുടെ ഒരു വീട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരാറുണ്ട്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തെറാപ്പി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കൂടെ നമുക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.